നമസ്കാരം, സാരംഗ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലുടനീളം വ്യാപകമായി പുതിയ ബാറുകൾ അനുമതി നൽകുകയും മദ്യശാലകൾ തുറന്നുവിട്ട് ജനങ്ങളെ മദ്യത്തിലേക്ക് തള്ളിവിടുകയുമാണ് ചെയ്തത്. എന്നാൽ അധികാരത്തിലെത്തിയ പുതിയ കോൺഗ്രസ് സർക്കാരും മുഖ്യമന്ത്രി വി ഡി സതീശനും ആ പഴയ കമ്മ്യൂണിസ്റ്റ് മദ്യനയം തന്നെയാണോ പിന്തുടരുന്നത്? അതോ അതിൽ നിന്നും പൂർണ്ണമായും മാറി നിന്ന് കേരളക്കരയെ രക്ഷിക്കുവാൻ മദ്യനിരോധനം ഏർപ്പെടുത്തുവാൻ ഈ സർക്കാരിന് ധൈര്യമുണ്ടോ? അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച് നടൻ വിജയ് തൻ്റെ പാർട്ടി നയമായി പ്രഖ്യാപിച്ചത് പൂർണ്ണ മദ്യനിരോധനമാണ്. തമിഴ്നാട്ടിൽ ഇത് സാധ്യമാകുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ പുതിയ കോൺഗ്രസ് സർക്കാരിന് ഇത് നടപ്പിലാക്കിക്കൂടാ? മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. കേരളക്കരയുടെ പുണ്യഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ ദശകങ്ങൾക്ക് മുമ്പേ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വലിയൊരു സത്യമാണിത്. മദ്യം ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു സമൂഹത്തെ ആകെ നശിപ്പിക്കുമെന്നും ബോധ്യം നമുക്കുണ്ടായിട്ടും മുൻപുണ്ടായിരുന്ന ഇടത് സർക്കാർ ഇവിടെ ബാറുകൾ തഴച്ചു വളർത്തുകയാണ് ചെയ്തത്. ഗ്രാമങ്ങളെന്നോ നഗരങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരും വളർന്നുവരുന്ന തലമുറയും ഇന്ന് ഈ സാമൂഹ്യ വിപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുൻ സർക്കാരിൻ്റെ മദ്യനയത്തെ പൂർണ്ണമായും തള്ളിക്കളയണം. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ വിപത്തിനെ നിരോധിക്കുവാൻ കോൺഗ്രസ് സർക്കാർ ശക്തമായ തീരുമാനമെടുക്കുമോ എന്ന് കേരളക്കര ഇപ്പോൾ ഉറ്റുനോക്കുന്നു. വ്യവസായങ്ങളുടെ ഹബ്ബായിരുന്ന ആലപ്പുഴയും എക്സൽ ഫാക്ടറിയുടെ തകർച്ചയും കേരളത്തിന് നിലനിൽക്കുവാൻ മദ്യ വ്യവസായത്തിൽ നിന്നുള്ള വരുമാനം തന്നെ വേണോ? ഒരിക്കലുമല്ല. നമുക്ക് ഉന്നം വയ്ക്കേണ്ടത് മദ്യ വ്യവസായത്തെ അല്ല, മറിച്ച് തകർക്കപ്പെട്ട മറ്റ് വ്യവസായങ്ങളെയാണ്. ഒരു കാലത്ത് നമ്മുടെ ആലപ്പുഴ ഫാക്ടറികളുടെ ഒരു വലിയ ഹബ്ബായിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അറിയുമോ? ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകിയിരുന്ന വ്യവസായം പ്രതാപമായിരുന്നു ആലപ്പുഴയുടേത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആലപ്പുഴയിലെ എക്സൽ ഗ്ലാസ് ഫാക്ടറിയാണ്. കേവലം കേരളത്തിലെ തന്നെയല്ല, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറികളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയ നിരന്തരമായ സമരങ്ങളുടെയും യൂണിയൻ കളികളുടെയും ഫലമായി ഏഷ്യയിലെ ആ മഹാ അത്ഭുതം ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതമായിരുന്നു ആ വ്യവസായം. ഇത് മാത്രം ഒതുങ്ങുന്നതല്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുത്തിവെച്ചത് വിനകൾ. കരിമ്പ് കൃഷിയും അത്യാധുനിക പഞ്ചസാര മില്ലുകളും സജീവമായിരുന്ന ഒരു ഭൂതകാലം കേരളത്തിലുണ്ടായിരുന്നു. സമരവീര്യത്തിൽ അവയെല്ലാം പൂട്ടിക്കെട്ടി. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് കഞ്ഞി നൽകിയിരുന്ന കശുവണ്ടി ഫാക്ടറികളും സമരങ്ങളുടെ ഇരയായി തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഈ വ്യവസായങ്ങളെല്ലാം ഇല്ലാതാക്കി ജനങ്ങളെ തൊഴിലില്ലായ്മയിലേക്ക് തള്ളിവിട്ട ശേഷമാണ് മുൻ സർക്കാർ മദ്യക്കച്ചവടത്തെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സംസ്ഥാനമായി ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ മാറ്റി തീർത്തത്. നമുക്ക് മാറ്റം അനിവാര്യമാണ്. പിണറായി സർക്കാരിൻ്റെ തെറ്റായ മദ്യനയം പിന്തുടരാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ധീരമായ ചുവടുവയ്പ്പുകൾ നടത്തണം. ഏഷ്യയിലെ തന്നെ പെരുമഴയായിരുന്ന ആലപ്പുഴയിലെ എക്സൽ ഫാക്ടറി പോലെയുള്ള പ്രമുഖ കമ്പനികളെയും പൂട്ടിപ്പോയ കരിമ്പ് മില്ലുകളുടെയും കശുവണ്ടി ഫാക്ടറികളെയും തിരികെ കൊണ്ടുവരുവാൻ ഈ സർക്കാരിന് കഴിയണം. വ്യവസായ സൗഹൃദമായ ഒരു പുതിയ കേരളത്തെ വാർത്തെടുക്കുവാൻ സാധിച്ചാൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനമില്ലാതെ തന്നെ ഈ നാട് അന്തസ്സോടെ മുന്നോട്ട് പോകാം. മദ്യനിരോധനം നടപ്പിലാക്കുവാനും തകർന്ന വ്യവസായങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാനും ഭരണാധികാരികൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുന്നു. സാരംഗ ന്യൂസിന് വേണ്ടി ജയകുമാർ.